സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീ ഷാജി കൈലാസിന്റെ വല്യേട്ടൻ, മമ്മൂട്ടി ചിത്രമായ വല്യേട്ടൻ വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ റിലീസിന്റെ കാലമാണല്ലോ. പഴയ ചില ചിത്രങ്ങളൊക്കെ, ഒരു കാലത്ത് തരംഗമായ ചിത്രങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നതൊരു പ്രവണതയായിരിക്കുന്നു. ഒരിക്കൽ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ കച്ചവട സിനിമകളൊക്കെ റിലീസാവുന്നത് ആ പഴയ ആസ്വാദന ഓർമ്മകളൊക്കെ പ്രേക്ഷകർക്ക് അയവിറക്കാൻ ഒരു അവസരമാണ്. അതിൻ്റെ സാങ്കേതികമായ മേന്മ ഒക്കെ കൂട്ടി വീണ്ടും റിലീസിന് റിലീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ശ്രീ ഷാജി കൈലാസിനെ സംബന്ധിച്ച് സിനിമയുടെ ക്രാഫ്റ്റ് അറിയുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കച്ചവട വിജയം ഉറപ്പിക്കാനുള്ള എല്ലാ ക്രാഫ്റ്റുകളും അറിയുന്ന സംവിധായകനാണ് ഷാജി കൈലാസ്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ആ ചടുലതയും ടേക്കിങ്സിലെ ആ ഒരു മനോഹാരിതയും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. ആറാം തമ്പുരാൻ, വല്യേട്ടൻ, കമ്മീഷണർ, ദ കിങ് തുടങ്ങിയ പട്ടിക നീളുന്നു. ഇതിൻ്റെ രചയിതാക്കളൊക്കെ യഥാക്രമം രഞ്ജി പണിക്കർ, അങ്ങനെ പോകുന്നു. അപ്പോൾ രചയിതാക്കൾ മാറിയാലും ശ്രീ കൈലാസിന്റെ ആ ക്രാഫ്റ്റിനെ ഒരു കോട്ടവും തട്ടുന്നില്ല എന്നർത്ഥം. അപ്പോൾ സിനിമയുടെ ക്രാഫ്റ്റ് വഴങ്ങുന്ന സംവിധായകനാണ് അദ്ദേഹമെന്ന ചുരുക്കം. ശ്രീ മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളും ആ അഭിനയത്തിലെ സവിശേഷതയുമൊക്കെ വല്യേട്ടനിലും കാണാം. അപ്പോൾ ഞാൻ ആ ചിത്രം മുഴുവനായും കണ്ടിട്ടില്ല. അതിൻ്റെ ക്ലിപ്പിങ്ങുകളും ടീസറുമൊക്കെ കണ്ട ബലത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത്. ശ്രീ ഷാജി കൈലാസിൻ്റെ മറ്റ് പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. ഷാജി കൈലാസിന്റെ മറ്റൊരു വലിയ വിജയം നേടിയ ചിത്രമാണ് നരസിംഹം. ശ്രീ മോഹൻലാൽ നായകനായ നരസിംഹം. നിങ്ങളും ഞാനുമൊക്കെ അത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ ടേക്കിങ്സും ചടുലതയും എഡിറ്റിങ്ങിലെ ആ ഒരു പേസും ഒക്കെ അന്ന് കാഴ്ചക്കാരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. വലിയ വിജയം നേടിയ ഒരു ചിത്രവുമാണ്. ആറാം തമ്പുരാൻ എന്ന ചിത്രവും വിജയം നേടുകയുണ്ടായി. മുമ്പ് ശ്രീ ഐ.വി. ശശിയോട്, പ്രശസ്ത സംവിധായകൻ ഐ.വി. ശശിയോട് ഒരു അഭിമുഖം നടത്തുന്ന വ്യക്തി ചോദിക്കുന്നു, പുതിയ തലമുറയിൽ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സംവിധായകരാരൊക്കെയാണ്, അവരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അപ്പോൾ ശ്രീ ശശിയുടെ മറുപടി, ഷാജി കൈലാസ്, ജയരാജ് തുടങ്ങിയ സംവിധായകരുടെ വർക്കുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ വർക്കുകൾ ഇഷ്ടമാണ്. അവരിൽ ഒരു ഭാവി കാണുന്നു. അപ്പോൾ പരിചയസമ്പന്നനായ ശ്രീ ഐ.വി. ശശിയെപ്പോലും ആകർഷിച്ചൊരു സംവിധായകനാണ് ഷാജി കൈലാസ്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിൽ നിന്നും മികച്ച ആക്ഷൻ ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.